can we use the content from other YouTubers to create YouTube shorts? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് യെസ് എന്നാണ്. ഷോർട്ട് വീഡിയോസിൽ നിന്നും റെഗുലർ വീഡിയോസിൽ നിന്നും ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് കണ്ടൻറ്റ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി റീമിക്സ് എന്ന ഒരു ഫെസിലിറ്റി യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. ഇൻ ദിസ് വീഡിയോ വി വിൽ സീ how to do remixing to create YouTube shorts from short videos. ഈ ഫെസിലിറ്റി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മാത്രം അവൈലബിൾ ആണ്. ലെറ്റ്സ് സീ ഹൗ ടു യൂസ് ഇറ്റ് ഓൺ എ മൊബൈൽ. ദിസ് ഈസ് ഹൗ വി നാവിഗേറ്റ്. യൂട്യൂബ് ഐക്കൺ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ ഉപയോഗിച്ചോ യൂട്യൂബിൽ പോവുക. യൂട്യൂബിൽ ഷോർട്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളൊരു ഷോർട്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹിയർ യു ക്യാൻ സീ ഓൺ ദ റൈറ്റ് സൈഡ് icons for like, dislike, comments, share, and below that you have the remix button. Click on this remix button. It will tell you whether remix is available for this short video. For example, you click on this remix button, you see one message is flashing here, feature not available for this video. So this video, this remix feature is not available. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ വീഡിയോസ് യു ക്യാൻ സി റിമിക്സ് ഈസ് അവൈലബിൾ. ചില വീഡിയോകളിൽ കണ്ടൻറ്റ് ക്രിയേറ്റർ കൊടുക്കുന്ന പെർമിഷൻസ് പോലെ ഇരിക്കും അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത്. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഷോർട്ട് വീഡിയോയിൽ റിമിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻ എ പോപ്പപ്പ് ദ ഓപ്ഷൻസ് അവൈലബിൾ വിൽ ബി ഷോൺ ടു യു. ഇവിടെ എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. യൂസ് ദിസ് സൗണ്ട്. ഈ വീഡിയോയിലെ സൗണ്ട് ഉപയോഗിക്കാം. You can do collab with this option. You can create green screen. You can also cut a portion of the video and use it. Cut this video എന്ന് പറയുമ്പോൾ you can clip only 5 seconds. നമുക്ക് ആ മെനു വരുമ്പോൾ അത് വിശദമായി നോക്കാം. ഇവിടെ യൂസ് ദ സൗണ്ട് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്ക് സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെട്ട വീഡിയോ സെലക്ട് ചെയ്യുക. സപ്പോസ് ഈ മ്യൂസിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ വീഡിയോയിൽ റീമിക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യു ക്യാൻ സീ എ പോപ്പപ്പ് ഹിയർ. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ യൂസ് ദിസ് സൗണ്ട് സെലക്ട് ചെയ്യുക. Now you can see you have two options. Either you can select a video from your gallery or you can go ahead and do the recording. On this screen you can orient your camera. Front camera വേണോ ബാക്ക് ക്യാമറ വേണോ അത് സെലക്ട് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ആക്ച്വൽ റെക്കോർഡിംഗ് തുടങ്ങാൻ ഒരു കൗണ്ട് ഡൗൺ ടൈമർ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാം. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഓൾ ഓപ്ഷൻസ് ഫോർ എഡിറ്റിംഗ് ദറ്റ് വീഡിയോ. അതുപോലെ തന്നെ ഇവിടെ ഈ വീഡിയോവിന് 14 സെക്കൻഡാണ് ക്ലിപ്പ് അവൈലബിൾ. അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഈ 14 സെക്കൻഡ് കാണിക്കുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ടേൺ ടു 60 സെക്കൻഡ്സ് ലൈക്ക് ദിസ്. ഇവിടെ ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ സെലക്ട് ചെയ്തു. ആ വീഡിയോ ക്ലിപ്പ് 57.3 സെക്കൻഡ്സ് ആണ്. അത്രയും ലെങ്ത്തിൽ ഈ മ്യൂസിക്കും ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ രണ്ട് സൈഡിലും കാണുന്ന ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ് സേവ്ഡ് ആൻഡ് യു വിൽ ബി ടേക്കൺ ടു ദ അപ്ലോഡ് സ്ക്രീൻ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നൗ ലെറ്റ് us see how collab option works. കൊലാബ് എന്ന് പറഞ്ഞാൽ കൊലാബറേഷൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ട വീഡിയോ സെലക്ട് ചെയ്യാം. അതിൽ റീമിക്സ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പപ്പിൽ കൊലാബ് എന്ന ഓപ്ഷൻ കാണാം. സെലക്ട് കൊലാബ്. നിങ്ങൾക്ക് ഈ കൊലാബ് ഉപയോഗിച്ച് 15 സെക്കൻഡ്സ് വരെ ആ ഒറിജിനൽ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്യാം. ഈ വീഡിയോവിന് 14.4 സെക്കൻഡ്സ് ലെങ്താണുള്ളത്. ദാറ്റ് ഈസ് ഷോൺ ഹിയർ. ഈ വീഡിയോവിൻ്റെയും ലെങ്ത്ത് നിങ്ങൾക്ക് ഈ ഹാൻഡിൽസ് ഡ്രാഗ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ്, you can click next. That video will be selected. Now you can see the screen will be split vertically and the clipped video will occupy the left side of the screen. Now you have the option to do your own recording. Similar length ഉള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് റെക്കോർഡ് ചെയ്യാം. ഇവിടെ ക്യാമറ ഓറിയൻറ്റേഷൻ മാറ്റാം. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമർ സെറ്റ് ചെയ്യാം. അതുപോലെ വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ ഗ്രീൻ സ്ക്രീൻ ആക്കാനും അതിനും ഓപ്ഷനുണ്ട്. ഇവിടെ ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ഐ എം ജസ്റ്റ് റെക്കോർഡിംഗ് സംതിങ്. ഇവിടെ ഒരു ടൈമർ സെറ്റ് ചെയ്യാം. when you press start, the timer will start. Countdown തീരുന്നതോടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. So this is the recording that is taking place. If that is okay, you can click here. Then suppose you want to add a text, you can do it. ഇവിടെ filters are also available. You can also give voice over. നിങ്ങൾക്കൊരു വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ക്ലിപ്പ് റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ വോയിസ് ലോവർ ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ ദാറ്റ് വിൽ ഇൻ്റർഫിയർ വിത്ത് ദ വോയിസ് ഓവർ യു ആർ ഗിവിങ്. വൺസ് ദിസ് ഈസ് ഓവർ, യു ക്യാൻ ക്ലിക്ക് നെക്സ്റ്റ്. ഇറ്റ് വിൽ ടേക്ക് യു ടു ദ അപ്ലോഡ് സ്ക്രീൻ. നൗ ലെറ്റ്സ് സീ ഹൗ ഡസ് the green screen option work. Green screen basically നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ the background is removed so that the video that you are clipping, that will become your background. Select your short video, click on remix. Now click on green screen. So this is the video I have selected. From that video 15 seconds I can use. By dragging the handles I can choose the 15 seconds from the original video. When I click on done, this video will be saved. Now that clip is available to me, and I can go ahead and do my recording. So you can see this record button. Camera orientation നിങ്ങൾക്ക് മാറ്റാം ഇവിടെ. As in other cases, you can set the timer so that you get some time to get ready for the recording. Other editing options are also available. You can do the voice over also. Here this recording is done by my grandson. He is sitting in his room. Since green screen has been switched on, his background is removed and the video that we have clipped appear as the background. So it's setting the time and he is starting the recording. So that is the recording. You can click next and you will be taken to the upload screen. Now we will see how does cut this video option work.
select the short video you wish to use in Remix. This is the video I selected. I will click on Remix. I have selected the option cut this video. From this video I can select the 5 seconds which I wish to use by dragging the handles shown here. I can also choose the layout. Suppose I am satisfied with this layout, I can click on done. It will take me to the recording screen. In case I want to change the layout, options are available. I can click on layouts. So these are the layouts available. This is another layout, splitting the screen. You can also select the horizontal layout. Once you select the layout, you can click on continue. The clip will be saved and record screen will be available to you. In the record screen, you have option for flipping the camera. You can make it front camera or back camera. You can also set a timer for starting recording. Once it is recorded, you have all the options for editing the video. You can adjust the speed. You have option for effects, green screen, retouch, and all those things are available to you. And here you can see the original time given is 15 seconds. But if you click on the button here, the time will be extended to 60 seconds. Whatever you record will follow the first 5 seconds clip. Here just for demonstration purpose, I am recording a clip. Once I record the clip, I have the option to add text, option for giving effect and giving voiceover also. Once you complete your editing job, you can click on next button. That will take you to the upload screen. So that's it. In this video, we discussed the options under Remix. You can use the sound. You can do collab. You can use the green screen. You also have the cut this video option. That's how you can use elements from other content creators to create new shorts. Hope this video has been useful. If you liked it, please share it. If you are not already subscribed to our channel, please do subscribe now. Thank you for watching. Hope to see you soon.